ഇതുപോലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊട്ടിക്കുക. അതിനുശേഷം അരമുറി തേങ്ങയുടെ കാൽഭാഗം ചിരണ്ടിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് 20 ചുവന്നുള്ളി, 1.5 തുടം വെളുത്തുള്ളി, 2 വിരലിൻ്റെ നീളത്തിൽ വരുന്ന ഇഞ്ചി, ഇത്രയും ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 പച്ചമുളകും കൂടെ കൂട്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള അരിഞ്ഞതും കൂടെ ചേർക്കുക. ഞാനിവിടെ 1.5 കിലോ ചിക്കനുള്ള കണക്കാണ് പറയുന്നത്. അത് നല്ലപോലെ വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഞാൻ മുളക് പൊടി യൂസ് ചെയ്യാറില്ല, കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. പൊടികളുടെ പച്ചമണം മാറാനായിട്ട് നമ്മളൊന്ന് മൂപ്പിക്കണേ. അതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, തക്കാളി ചേർക്കാൻ പാടുള്ളൂ. ആദ്യമേ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പൊടികളുടെ പച്ചപ്പ് പോവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പൊടികൾ ഇട്ടതിന് ശേഷം തക്കാളി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോഴേക്കും അതിലേക്ക് ചിക്കൻ ഇട്ട് കിട്ടോ. കാരണം ചിക്കനും തക്കാളിയും ഒന്നിച്ച് കിടന്ന് വെന്തോളും. ചിക്കനിൽ നിന്ന് എന്തായാലും ഇതിലേക്ക് വെള്ളം ഇറങ്ങും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വേണ്ട വെള്ളം മാത്രം ചേർക്കാം. നിങ്ങൾക്ക് എത്ര തിക്നെസ്സിലുള്ള ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം ചേർക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം കേട്ടോ. 15 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ടാവും. ഇങ്ങനെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം ഈ ചിക്കൻ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണേ. നമ്മുടെ ഗ്രേവിക്കൊക്കെ വന്നിട്ട് നല്ല തിക്നെസ്സും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ്, എല്ലാവരും പരീക്ഷിച്ച് നോക്കല്ലേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻസിൽ വന്ന് പറയണം കേട്ടോ. ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.